നമ്മളെ വണ്ടി പാർക്കിംഗ് കേടില്ല. സംസാരിക്കാം. ശരി. ഇന്ന് നൈറ്റ് പോകാൻ പറ്റത്തില്ല. ബാക്കിലേക്ക് നാളെ രാവിലെ എനിക്ക് ഗണപതി ഹോമം ബുക്ക് ചെയ്തു. പോകാൻ പറ്റത്തില്ല. ഞാൻ ഗണപതി ഹോമം ബുക്ക് ചെയ്തു. ഞാൻ എൻ്റെ കൂടെ 4 പേരെ സാർ. ലോ ആൻഡ് ഓർഡർ ഒരു ഇഷ്യൂ അവിടെ ഇല്ല. സന്നിധാനത്ത് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ നിൽക്കും. എന്താ ഇഷ്യൂ? സന്നിധാനം വളരെ ശാന്തമായിട്ട് സാർ. എന്തിനാണ് പ്രകോപനം ഉണ്ടായത്? നാളെ പോകാൻ പറ്റില്ല. അല്ല, എനിക്ക് രാവിലെ 2 ഇത് ഞാൻ ചീട്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഹൈക്കോടതി പോകുന്ന സാറേ, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിലേക്ക് പോയാൽ അല്ലല്ല 2 വഴിപാട് ഞാൻ ചീട്ടാക്കിയിട്ടുണ്ട്. ഞാൻ സാധാരണ രാഷ്ട്രീയക്കാർ പോകുന്ന പോലെ പോകുന്ന ആളല്ല. കഴിഞ്ഞ തവണയും ഞാൻ രാവിലെ എന്റെ അവകാശമാണ് അവിടെ ദർശനം. ദയവായിട്ട് തടുക്കില്ല. അല്ലല്ല, നാളെ രാവിലെ എനിക്ക് ഞാൻ ബുക്ക് ചെയ്തല്ല. മറ്റന്നാളേക്ക് എങ്ങനെയാണ്? ഇന്നെന്റെ ഇഷ്യൂ സാർ. ഞാൻ എന്ത് പ്രകോപനം അല്ല, എന്താ ഇഷ്യൂ? ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണമല്ലോ? അല്ല, എന്ത് കാരണത്തിനത് സാർ? ഒരാൾക്ക് ദർശനം നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വേറെ ആളുകൾ ദർശനം ചെയ്യാറുണ്ട്. വേറെ ആളുകളല്ലല്ലോ സാർ. എനിക്ക് എന്റെ പൗരൻ എന്നുള്ളത് എന്റെ അവകാശമാണ്. എന്താ സാർ ഇഷ്യൂ ഉള്ളത്? ഞാൻ ആരെയും കൊണ്ടുവന്നിട്ടില്ല. ഞാൻ എന്റെ കൂടെ ഒരാളും എന്റെ കൂടെ ഇല്ല. ഈ തവണ എന്റെ കൂടെ 4 പേർ മാത്രമേ. അല്ല, അത് ശരിയല്ല സാർ. അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്ന അല്ല, അങ്ങനെ ചെയ്യുന്നില്ല. അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ത് തെറ്റിന്റെ പേരിലാണ് നിങ്ങൾ വലിയ നിയമം ലംഘിക്കുകയാണ്. ഞങ്ങളല്ല നിയമം ലംഘിക്കുന്നത്. അവിടെ എന്താ ഇഷ്യൂ? ഇപ്പൊ നിങ്ങൾ ശശികല ടീച്ചർ ഇന്നലെ എന്താ സാർ? അവരെന്ത് തെറ്റിയിട്ടാണ്? അല്ല, അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ അറസ്റ്റ് വഴങ്ങാൻ തയ്യാറില്ല. നിങ്ങൾ എന്ത് ബലം പ്രയോഗിച്ചാലും എനിക്ക് കുഴപ്പമില്ല. സമാധാനപരമായിട്ട് അല്ല ശബരിമലയാണ് ഇഷ്യൂ ഉണ്ടാക്കുന്നത്. നിലയ്ക്കൽ വന്ന് തടയാന്ന് പറഞ്ഞാൽ അത് വളരെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യം. ആരുടെ ഉത്തരവാണ് നിങ്ങൾ നടപ്പാക്കുന്നത്? എന്താ ഞങ്ങൾ എന്താ ചെയ്തു? എന്റെ കൂടെ ഒരാളുമില്ല. എനിക്ക് വേണമെങ്കിൽ 1000 അയ്യപ്പന്മാരെ കൂട്ടിട്ട് വരാം. ചെയ്യാത്തത് നമ്മളെ ഭാഗത്തുനിന്ന് ഒരു പ്രകോപനം ഉണ്ടായിട്ട് കേരളം കാണരുതെന്ന് സമാധാനപരമായിട്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എന്നെ ഏത് രീതിയിലും പരിശോധിക്കാം, എന്തും ചെയ്യാം. സുരക്ഷാ നടപടികളെല്ലാം ഞാൻ പാലിക്കും. പക്ഷെ പോകാൻ പാടില്ല എന്ന് പറയാൻ പാടില്ല. അല്ല, ഒരു നേരത്തെ നിങ്ങൾ അഭിഷേകം ചെയ്യും. എന്റെ നെയ്യഭിഷേകം അല്ല, നിങ്ങൾ അഭിഷേകം ചെയ്യും. എനിക്ക് എന്റെ നെയ്യഭിഷേകം നടത്തിയേ പറ്റുള്ളൂ. ഞാൻ കെട്ട് നിറച്ച് വന്നത് ആക്ടിവിസ്റ്റുകൾ വന്നതുപോലെയല്ല. ഇതിൽ പവിത്രമായിട്ടുള്ള നെയ്യ് നിറച്ചിട്ടാണ് ഞാൻ വന്നത്. അതുകൊണ്ട് എനിക്ക് എന്റെ നെയ്യഭിഷേകം ചെയ്യാനുള്ളതാണ്. ഞാൻ ശബരിമലയിൽ പോകുന്നതിന് എന്താണ് തടസ്സം? എന്താ പ്രശ്നം? എന്റെ പേരിൽ എന്തെങ്കിലും ശബരിമലയിൽ ഇഷ്യൂ ഉണ്ടോ? ഞാൻ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കിയത്? ഞാൻ കഴിഞ്ഞ 2 തവണ വന്നു. റോഡ് ഞങ്ങളുടെ അയ്യപ്പനെ കാണാൻ പോവുകയാണ്. നിങ്ങൾ തടയരുത്. അല്ല, നാളെ എന്തിനാണ് അത് എന്താണ് അതിന്റെ ലോജിക്ക്? ഇന്നും നാളെയും തമ്മിൽ എന്താണ് പ്രശ്നം? ഇന്ന് എന്താ അവിടെ ഇഷ്യൂ ഉണ്ടെന്ന് പറ്റത്തില്ല. ഇവിടെ ഇരിക്കുക. നാളെ വരെ ഞങ്ങളോട് അത് കുഴപ്പമില്ല. നടക്കില്ല സാർ. അങ്ങനെ ഭയപ്പെടുത്തിയിട്ട് അല്ലാതെ പിന്നെ ഇതെന്താ ഇതിനർത്ഥം? എന്ത് എന്റെ പേരിൽ അതല്ലാതെ എങ്ങനെയാണ് സാർ? എന്ത് കുഴപ്പമാണ്? എന്താ ഞങ്ങൾ കുഴപ്പമാക്കി? ഇതിനു മുമ്പ് എന്താ പറയണം സാർ? ശബരിമലയിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന കുഴപ്പമാണ്. ഞങ്ങളായിട്ടൊരു കുഴപ്പമുണ്ടാക്കുന്നത് ഈ നട തുറന്നു അതെങ്ങനെ ഞങ്ങൾ വന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വെറുതെ ഒരു കേസ് നിങ്ങൾ നടക്കട്ടെ. ശശികല ടീച്ചറെ പറഞ്ഞു വെച്ചിട്ട് സംസാരിക്കാം. എന്നെയും കൂടെ നിങ്ങൾ സംസാരിച്ച് തീരുമാനിച്ചോളൂ. കൺട്രോൾ റൂമിൽ പോകേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. നിങ്ങൾക്ക് തന്നെ എന്താ ഏത് കാര്യവും ചെയ്യാം. ലോ ആൻഡ് ഓർഡറിനെ ബാധിക്കുന്ന എന്തുണ്ടെങ്കിലും അനുസരിക്കാം. പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല.
അല്ല അതായിക്കോട്ടെ, അവര് എന്നെ ഇവിടെ രാത്രി ഇടുമല്ലോ. ഇതെന്താ ഇത്ര വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങൾക്കിത് നഷ്ടമാണ് സാർ. നിങ്ങൾ ഈ പണി നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളൊരു ഗവൺമെന്റിനടക്കം ഇത്തരം പ്രതിച്ഛായക്ക് മോശം. കാരണം ഒരു കുറ്റവും ചെയ്യാത്തവരെ സമാധാനപരമായി പോകുന്നത്, ശരണം പോലും വിളിക്കാതെ പോകുന്ന 4-5 പേരെ തടഞ്ഞു വെക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഞങ്ങൾക്ക് പോയേ പറ്റുള്ളൂ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, വെടിവെക്കോ, കൊല്ലാം, അടിക്കാം. പക്ഷെ ഞങ്ങൾ പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഞങ്ങളായിട്ട് എന്തെങ്കിലും ഞാൻ ഭക്തന്മാരൊന്നും പക്ഷെ ഞാനത് ചെയ്യാത്തത് നിങ്ങളുടെ എല്ലാ നിയമങ്ങളും പാലിച്ച് ശബരിമലയിൽ ഒരു എന്തിനാ അത് നിങ്ങളെ വിടാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ എന്തിന്റെ നിങ്ങൾക്ക് നോട്ടീസുണ്ടോ? എനിക്ക് എന്റെ പേരിൽ എന്താ കേസ്? എന്നെ തടയാൻ നിങ്ങളറിയില്ല എന്തിന് മുൻകരുതലിനെ അറസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ എന്താ 144 വയലേറ്റ് ചെയ്തോ? എന്താ നിങ്ങൾ പറഞ്ഞു? നിങ്ങളെന്താ തെറ്റിയത്? എന്തിന് ചെയ്യുന്നതാണ് ഈ ചോദിക്കുന്നത്? എന്ത് ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ? അവിടെ ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ നിങ്ങളുണ്ടാക്കുന്നതാണല്ലോ. നിയമവിരുദ്ധമായ ഒരു കാര്യം ഞങ്ങളോട് പ്രയോഗിക്കില്ല, ഞങ്ങൾ വഴങ്ങുകയില്ല. നിങ്ങള് മറ്റുള്ളവരോട് കാണിക്കുന്ന ആ നീതി എന്നോട് കാണിക്കണ്ട. ഞാനിതിന് വഴങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഒറ്റക്കാണ്, ഞങ്ങൾ 4 പേരാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എന്ത് ഫോഴ്സ് ഉപയോഗിച്ചാലും ഞാൻ വഴങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ വെടിവെച്ച് കൊല്ലാതെ വേറെ മാർഗങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഫയർ ചെയ്യാതെ വേറെ മാർഗമൊന്നുമില്ല. അതിൽ യാതൊരു ഡൗട്ടും നിങ്ങളെ ഈ ഇൻഡസ് ഒന്നും കണ്ട് പേടിക്കുന്ന ഒരാളല്ല നിങ്ങൾ വെടിവെച്ച് കൊല്ലുകയല്ലാതെ വേറെ മാർഗമില്ല. കൊല്ലട്ടെ, ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. ഈ വെടിക്കെട്ടിന് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ആ പരിപാടി ഇവിടെ നിങ്ങൾ ഈ ഇരുമുടിക്കെട്ടിന് എന്തെങ്കിലും നാളെ എല്ലാം ലോകം മുഴുവൻ കാണുന്നുണ്ട്. നിങ്ങളുടെ ഉദ്ദേശം പൊളിറ്റിക്കൽ ആണെങ്കിൽ അത് നിങ്ങൾ വേറെ നടത്തിക്കൂടാ. ഞാൻ പോയി വന്നതിന് ശേഷം നിങ്ങൾ അറസ്റ്റ് ചെയ്തുകൂടാ. ഇത് എന്റെ റൈറ്റാണ് അവിടെ പോയി നെയ്യഭിഷേകം ചെയ്യാന്നുള്ളത്. മാത്രമല്ല ഞാൻ ഗണപതി ഹോമം ഷീട്ടാക്കിയിട്ടുണ്ട്. അതെന്റെ റൈറ്റാണ്. ഞാൻ പോയിരിക്കും. നിങ്ങൾ വെടിവെച്ച് കൊല്ലും. എന്താണ് എന്ത് ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാവുന്നത്? ഞങ്ങൾ പോയാലും എന്ത് ഇഷ്യൂ? നിങ്ങൾ ഇന്നൊരാളെ അറസ്റ്റ് ചെയ്ത് 48 മണിക്കൂർ വെച്ചല്ല. എന്താ ഇഷ്യൂ ഉണ്ടായത് അവിടെ? എന്നിട്ട് എന്തിനാ അവരെങ്കിലും വിട്ടയച്ചത്? എന്താ കാരണം? ശബരിമലയിൽ അങ്ങനെ ഒരു നിയമമുണ്ടോ? എന്ത് ഇഷ്യൂ ഉണ്ടാവുന്നത്? ഞങ്ങളായിട്ട് ഒരു ഇഷ്യൂ ഇല്ല. ഇഷ്യൂ ഉണ്ടാവാൻ പോകുന്നത് എന്താണെന്ന് അറിയുന്നത്? ഇഷ്യൂ ഉണ്ടാവും. ഞങ്ങൾ പോയതുകൊണ്ടല്ല, പോവാൻ നിങ്ങൾ തടയുന്നതുകൊണ്ട്. അല്ലാതെ യാതൊരു ഇഷ്യൂ അവിടെ ഇല്ല. നിങ്ങൾ ശബരിമല തീർത്ഥാടനം തകർക്കുമായിരുന്നു ചെയ്യുന്നത്. പിന്നെ ഞങ്ങളത് ആ വർത്തമാനം പറയുന്നത് നിങ്ങൾക്ക് യാതൊരു റൈറ്റും ഇക്കാര്യത്തിലില്ല. ഇത് നിങ്ങൾ ഇതിലെന്തെങ്കിലും സംഭവിച്ചാൽ ഒരു വലിയ സമൂഹത്തോട് നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. ഈ ഇരുമുടിക്കെട്ട് എന്ന് പറഞ്ഞാൽ രഹന ഫാത്തിമ കൊണ്ടുവന്ന സാധനമല്ല. നെയ്യ് അഭിഷേകം ചെയ്ത് നെയ്ത്തേങ്ങ നിറച്ചു കൊണ്ടുവന്നതാണ്. ഇതിലെന്തെങ്കിലും ഒരു ഞങ്ങളുടെ മതവികാരത്തെ വ്രണപ്പെടുന്ന രീതിയിലാണ് നിങ്ങൾ പെരുമാറുന്നതെങ്കിൽ വലിയ ഇഷ്യൂ പോകുന്നത്. നിങ്ങൾ ആകർത്തനമുണ്ട്. അല്ല, നിങ്ങൾ ഈ ഇരുമുടിക്കെട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ അതല്ല അത് ബാക്കിയുള്ള ഇതിന്റെ റൈറ്റാണ്. ഇത് തൊട്ട് കളിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല. നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. നിങ്ങളെ നിയമവിരുദ്ധമായിട്ടുള്ള ഇല്ല കേൾക്കാൻ പറ്റില്ല. കേൾക്കാൻ പറ്റില്ല സാർ. എന്താണ് കേൾക്കേണ്ടത്? നിങ്ങൾ പറയുന്നത് ലോജിക്കില്ലാത്ത കാര്യമാണ്, നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ പറയേണ്ട കേൾക്കണം. നിങ്ങൾ കേൾക്കാൻ തയ്യാറില്ലല്ലോ. നമ്മൾ പറഞ്ഞതൊന്ന് കേൾക്ക്. ഹലോ, നമ്മൾ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹലോ, നിങ്ങൾ കുറച്ച് പോലീസുകാർ ഞങ്ങളുടെ പേർക്ക് ഞങ്ങൾ എന്താ പ്രശ്നം എന്താണെന്ന് ഞാനിവിടെ പോലീസ് തടഞ്ഞു വിട്ടിരിക്കുക. എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഹലോ, സാർ പ്ലീസ് ഞങ്ങളെ പോകാൻ അനുവദിക്കുക. ആരുടെ
എവിടത്തെയാ ലൈറ്റ് മൊബൈലിലാടാ. ശബരിമല പോകാൻ പാടില്ല. എന്റെ പേരിൽ എന്തെങ്കിലും കേസുണ്ടോ? ഞാൻ എന്തെങ്കിലും കുറ്റം ചെയ്യുന്നുണ്ടോ? എന്റെ ഇരുമണിക്കെട്ടിൽ എന്തെങ്കിലും ആയുധങ്ങളുണ്ടോ? ഞാൻ എന്തെങ്കിലും ലോ ആൻഡ് ഓർഡർ എന്താ ഇൻഫർമേഷൻ? വാട്ട് ഈസ് യുവർ ഇൻഫർമേഷൻ? വാട്ട് ഈസ് റോങ്? എന്താ കുറ്റം? ശബരിമലയിൽ ഒരാൾ ദർശനം നടത്തുന്നത്. ഞാൻ വെറുതെ ദർശനത്തിന് പോകുന്നതല്ല. ഞാൻ അവിടെ ദേവസ്വം ബോർഡിൽ പണം അടച്ചിട്ടാണ് പോകുന്നത്. എനിക്ക് അവിടെ ചീട്ടാക്കിയിട്ടാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല സാറേ. ഇത് ഈ രാജ്യം ഈ സ്റ്റേറ്റിൽ മാത്രമേ നടക്കുള്ളൂ. ലോകത്ത് ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ നടക്കില്ല. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താ നിങ്ങളുടെ ആഗ്രഹം? ശബരിമലയിൽ എന്ത് ഇഷ്യൂവിന്റെ പേരിലാണ് നിങ്ങൾ തടയുന്നത്? ഞങ്ങൾ എന്തെങ്കിലും പ്രശ്നക്കാരാണെങ്കിൽ നിങ്ങൾക്ക് തടയാം. 5 പേര് ദർശനത്തിന് പോകുന്നത്, 4 പേര് ദർശനത്തിന് പോകുന്നത് അത് എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട്, ഒരു തരത്തിലുള്ള നിങ്ങളുടെ പോലീസിന്റെ നിയന്ത്രണങ്ങളും തെറ്റിക്കാതെ കാൽനടയായിട്ട് പോയി ബസ്സിൽ കയറി നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് പാസ് എടുത്ത് വണ്ടി പാസ് എടുത്ത് ഞങ്ങൾ പോകുമ്പോൾ തടയാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. നിങ്ങൾ അങ്ങനെ എല്ലാവരോടും കളിക്കുന്ന കളി വേണ്ട. കിട്ടുന്നില്ലേ? നോട്ട് പോസിബിൾ. ഓക്കെ. അങ്ങനെ ഒരു ആളുകൾ അനുവദിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഈ പ്രശ്നം ഉണ്ടാവുന്നത്. കുറ്റം ചെയ്യാത്തവരെ, ദർശനം നടത്താൻ പോകുന്നവരെ തടയേ. ഹലോ അതെ, ഞാനിവിടെ പോലീസ് അടഞ്ഞു വെച്ചിരിക്കുക. എന്തായിരുന്നു? ആരാണ്? ലൈവ് കണ്ട കുറെ സ്ത്രീകളൊക്കെ വരുന്നുള്ളൂ. അല്ല, അതിനുവേണ്ടിയാണ് ഞങ്ങൾ 6:20 എത്തിയതാണല്ലോ. അങ്ങനെയാണ് പ്ലാനെങ്കിൽ എന്തായിരിക്കും? അല്ല, അത് നോക്കാന്ന്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോ ഈ നാട്ടില് മര്യാദകളൊക്കെ ഇല്ലേ? എന്നെ മാത്രം ഇവിടെ തടഞ്ഞു വെച്ചുകൊണ്ട് എന്താ കാര്യം? അല്ല, ഈ ബസ് പോകുന്നതിന് മുമ്പ് പോകണം. നിങ്ങൾ തീരുമാനം ഇപ്പൊ പറയണം. 7:15 8 മണിക്ക് ബസ് പോകുന്നതിന് മുമ്പ് പോകണം. തടയുന്നതിന് കാരണമായിട്ട് എന്താണ് പറയുന്നത്? ഒരു കാരണവും പറയുന്നില്ല. കാരണമില്ല. പോകില്ലെന്ന് പറയുന്നത് വെള്ളരിക്കപ്പെടണം. നിങ്ങൾ തീരുമാനം എടുക്കുക. ആരാ ഇത്? അവിടെ പോയി കമ്മീഷനെ വെറുതെ നിൽക്കുകയാണോ? ഒന്നും ചെയ്യുന്നില്ല. അത് സമയം ഞങ്ങളെ പോകാൻ പോവല്ലേ? ഇനിയിപ്പോ വെടിവെക്കുകയോ നമ്മള് അതിനുവേണ്ടി തന്നെ അയ്യപ്പനോട് മരിച്ച അത്രയും നല്ലത്. മനഃപൂർവ്വം പ്രകോപനം ഉണ്ടാക്കി ഞങ്ങൾ പോകുന്നു. ഞങ്ങളെ കടത്തിവിടുക. ഞങ്ങൾക്ക് ഞങ്ങൾ നാലഞ്ച് ആള് മാത്രമല്ലേ ഉള്ളൂ. എന്ത് വെള്ളരിക്കപ്പെടുന്നു? 7:45 മുമ്പ് ഞങ്ങൾക്ക് മറുപടി കിട്ടണം. 8 മണിക്കാണ് ബസ്. ഉണ്ടാക്കുമെന്ന് നിങ്ങൾ സ്വപ്നം കണ്ടാ പോലല്ലോ. ഞങ്ങൾ ഭക്തന്മാരാണ്. നിങ്ങളെ പോലെ രാഷ്ട്രീയക്കാർ പറയുന്ന കേട്ടിട്ട് നടക്കുന്ന പോലീസല്ല. ഇതൊക്കെ വിടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ രാജ്യത്ത് നിയമങ്ങളൊക്കെ അല്ലേ? നിങ്ങളൊന്നും തീരുമാനിക്കാം നാളെ വിടാൻ പറ്റില്ല. എന്താ റൈറ്റ്? നിങ്ങൾക്ക് എന്താ റൈറ്റ്? മുൻകരുതൽ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അല്ല, എന്താ നിങ്ങളുടെ റൈറ്റ്? നിങ്ങൾ കൊണ്ടുപോയി പിന്നെ എങ്ങനെ? പിന്നെ ഞാൻ എന്ത് ചെയ്യണത്? ഇത് എന്ത് ചെയ്യണമെന്ന് പറയണം നിങ്ങൾ. ഇത് നാളെ നോക്കാന്ന് പറഞ്ഞാൽ ഇന്ന് നോക്കേണ്ടത് നാളെ നോക്കിയാൽ മതിയോ? എന്തിനാണ് നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? നിങ്ങൾ ഇങ്ങനെ ഒരു സമീപനം എടുക്കുന്നത് നിങ്ങൾക്ക് നല്ലതല്ല. നിങ്ങൾ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കാനുള്ള സ്ഥലമല്ല സർ ശബരിമല.
ഞങ്ങൾക്ക് ബസ് പോകും 8 മണി കഴിഞ്ഞാൽ അവിടെ നിന്ന് വിടുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ പോകാൻ അനുവദിക്കും പ്ലീസ്. ചെയ്യുന്നത് ശരിയല്ല, യാതൊരു ന്യായവും ഇല്ല. ഒരു ഇഷ്യൂ ഇതുവരെ ഞങ്ങള് നാലാളിവിടെ പോയ ഒരു ഇഷ്യൂ അവിടെ ഉണ്ടാവില്ല. 4 പേർക്ക് 40 പോലീസ് ഉണ്ടല്ലോ അവിടെ. കഴിഞ്ഞ സീസണിൽ നിങ്ങൾ ആരും തടഞ്ഞിട്ടില്ല. ഒന്നും തടഞ്ഞില്ല. ഈ സീസണിൽ മാത്രം തടയുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിനുള്ള എന്തെങ്കിലും കാരണം നിങ്ങൾക്ക് വല്ല അജണ്ടയും കാണുമായിരിക്കും, അല്ലാതെ എന്താ പ്രശ്നം? ഞങ്ങൾക്കൊരു അജണ്ട, ഞങ്ങൾക്കൊരു ആകെ ശരണം വിളിക്കുക, അയ്യപ്പനെ തൊടുക എന്നുള്ളൊരു അജണ്ട മാത്രമേ ഞങ്ങൾക്കുള്ളൂ. എന്താ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ? ഇവിടെ എത്ര മാധ്യമങ്ങളുണ്ടല്ലോ, അവർ പറഞ്ഞു അവിടെ എന്നുള്ളത്. നിങ്ങൾ വെടിവെച്ച് കൊല്ലാൻ തീരുമാനിച്ചാൽ ഞങ്ങൾ പോവാം, അല്ലാതെ ഞങ്ങൾ തടയാൻ പറ്റില്ല. ലാത്തി ചാർജ് കൊണ്ടും ഇതൊന്നും ഞങ്ങൾ തടയാൻ പറ്റില്ല. ഷൂട്ട് ചെയ്യേണ്ടി വരും. പറ്റുമോ? പറയും നിങ്ങൾ. ഷൂട്ട് ചെയ്യാനാണെങ്കിൽ തോക്കൽ റെഡിയാക്കുക. തടയാൻ പറ്റില്ല. അങ്ങനെ തടയാൻ പറ്റുന്നെങ്കിൽ ശബരിമല പോകുന്ന അയ്യപ്പനെ തടയുക. പിന്നെ വെടിവെച്ചാൽ ഇതിന് കൊള്ളാൻ പാടില്ല. ഇത് നമ്മൾ ജീവനേക്കാൾ പ്രധാനമായിട്ട് കണക്കാക്കുന്ന സാധനമാണ്. എന്താ പറയാ സ്ഥാനങ്ങൾ വിടില്ല എന്നാണ് പറയുന്നത്. നാളെ രാവിലെ വിടാം കാരണം സാർ എന്തോ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാവും. എന്തോ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ അവിടെ